അപ്പം ഞാൻ ഒരു സൈൻ ഫംഗ്ഷൻ ആയിരുന്നു എടുത്തത് അല്ലേ, ഒരു സൈൻ ഫംഗ്ഷൻ. അതായത് y is equal to sin x എന്നൊരു ഫംഗ്ഷൻ എടുത്തു. pi by 2 2π ഇത് പറഞ്ഞ എത്ര വരും 5π by 2. ഇത് വരയ്ക്കുന്ന അത്ര ആക്യുറേറ്റ് ഒന്നും അല്ല എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ദിസ് ഈസ് -π by 2, ദിസ് ഈസ് -π. ദെൻ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ -1 ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എത്ര വരും 1 വരും. ദെൻ ഓക്കെ, -π by 2 നമുക്ക് എത്ര കിട്ടും -1 കിട്ടും. ഇവിടെ ഈ π by 2 1 കിട്ടുമല്ലോ, +1 കിട്ടും. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. then അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇതിനെ എന്താക്കണം 1 ഫംഗ്ഷൻ ആക്കണമെന്ന് പറഞ്ഞു. then ഞാൻ ഈ ഇന്റർവെല്ലിൽ മാത്രം കൺസിഡർ ചെയ്യുന്നു. അതായത് ഈ ഒരു ഇന്റർവെല്ല് ഈ -π by 2 മുതൽ +π by 2 ഈ ഇത്രയും സ്ഥലത്ത്, അതായത് ഇതാ ഇവിടെ ഈ സ്ഥലം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ അല്ലേ? അതായത് ഇവിടെ ഈ ഫംഗ്ഷൻ ഈ ഇന്റർവെല്ലിൽ മാത്രം നോക്കുവാണെങ്കിൽ ഈ ഫംഗ്ഷൻ നമ്മൾക്ക് 1 ആണെന്ന് പറയാം. കാരണം നോക്കുക, ഇതിവിടെ π by 2 ആണ്, അതായത് 90 വരെ വന്നു. അപ്പൊ 90ക്ക് മുമ്പിൽ ഏതാണുള്ളത്? നമുക്ക് sin 30യുടെ വാല്യൂ അറിയാം. sin 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? π by 6 ആണല്ലോ. ഇവിടെ π by 6 വന്നു. π by 6 എത്രയാണ്? 1 by 2 ആണ്. സോ 1 by 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇവിടെ വരും. then അതുപോലെ തന്നെ π by 4 നോക്കുന്നു. π by 4 എന്ന് വെച്ചാൽ എത്രയാണ്? 45 ആണ്. അതെന്ന് വെച്ചാൽ 1 by √2 വരും. അത് കുറച്ചും കൂടെ മുകളിൽ ഇവിടെ വരും. സോ അതായത് ഒരു വാല്യൂസിന് നമുക്ക്, അതായത് ഒരു എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് നമുക്ക് ഒരു വൈ വാല്യൂസ് മാത്രമേ കിട്ടുന്നുള്ളൂ. നോക്കിക്കേ, π by 6ന് കറസ്പോണ്ടിങ് ഇവിടെ ഒരു വാല്യൂ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ π by 4ന് കറസ്പോണ്ടിങ് ഇവിടെ വേറൊരു വാല്യൂ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഓരോ പോയിന്റ്സ് എടുത്താൽ, ഇവിടെ ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ കറസ്പോണ്ടിങ് ഇത് എക്സ് വാല്യൂ അല്ലേ, കറസ്പോണ്ടിങ് ഇവിടെ ഒരു വൈ വാല്യൂ കിട്ടുന്നു. ഇവിടെ ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ ഈ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ഇവിടെ ഒരു വൈ വാല്യൂ കിട്ടും. സോ ഈ ഇത്രയും ഇന്റർവെല്ലില് ഇതിന് യുണീക് വാല്യൂസ് കിട്ടത്തുള്ളൂ. അതായത് ഒരു എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ഒരു വൈ വാല്യൂ മാത്രമേ കിട്ടത്തുള്ളൂ. മനസ്സിലായല്ലോ? ഞാൻ അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ഇന്റർവെൽ എടുക്കുക. ഇതാ ഈ ഇന്റർവെൽ എടുത്താൽ ഇവിടെയും സെയിം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഇവിടെയും സെയിം അല്ലെന്ന്. അതെ, ഇവിടെയും സെയിം ആണ്. ഇതൊരു ഇന്റർവെല്, ഇവിടെ കിട്ടുന്ന ഈ സെയിം വാല്യൂസ് തന്നെ ആയിരിക്കും നമുക്ക് ഈ ഇന്റർവെല്ലിനും കിട്ടുന്നത് അല്ലേ? ഇതാ അങ്ങോട്ട് നോക്കി, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം, ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം, ഇങ്ങനെ അല്ലേ? അതുപോലെ തന്നെ ഇതിവിടെ വേറെയും അതായത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമല്ലേ? ഇവിടെ അടുത്ത ഇന്റർവെല് ഇതിലും ഇങ്ങനെ നമുക്ക് സെയിം വാല്യൂ കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനെ സെയിം കിട്ടിയാൽ നമ്മൾക്ക് ഇതിനെ 1 എന്ന് പറയാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഇന്റർവെല്ലിൽ മാത്രം എടുക്കും. ജനറൽ ആയിട്ട് നമ്മൾ യൂണിവേഴ്സൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഒരു പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയും, ഇനി പ്രിൻസിപ്പൽ റേഞ്ച് എന്ന് പറയും. ദെൻ ഈ ഒരു ഇന്റർവെല്ലിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതായത് -π by 2 ഈ π by 2 എന്നുള്ള ഒരു ഇന്റർവെല്ലിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഈ ഇന്റർവെല്ലിൽ ഇതിന് യൂണീക് വാല്യൂസ് അല്ലേ കിട്ടത്തുള്ളൂ. ഓരോ എക്സ് വാല്യൂന് ഒരു വൈ വാല്യൂ കിട്ടത്തുള്ളൂ. സോ നമുക്ക് ഈ ഫംഗ്ഷനെ 1 എന്ന് പറയാം. ദെൻ ഈ ഇന്റർവെല്ലിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനി ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷനെ നമുക്ക് ഇനി ഇതിന്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമ്മൾ ഈ ഇന്റർവെല്ലിൽ ഇതിന് ഇൻവേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. അതായത് ഈ ഇന്റർവെല്ലിൽ നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇപ്പം a, b എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? b, a ആയിരിക്കുമല്ലോ ഇതിന്റെ ഇൻവേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ π by 2 ആയിരുന്നു. π by 2 ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? π by 2, 1 ആയിരിക്കും അല്ലേ? ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ π by 2, 1. ഇവിടെ ഒരു ഫിഗർ വരയ്ക്കാം. ഓക്കെ, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? π by 2, 1. അപ്പൊ ഈ പോയിന്റിന് നമ്മൾ π by 2, 1 എന്ന് പറയുന്നു. അപ്പം ഇതെന്ന് പറഞ്ഞാൽ y = sin x എന്നുള്ളതിന്റെ ഗ്രാഫാണ്, ആ ഫംഗ്ഷന്റെ ഗ്രാഫാണ് ഇത്. ഓക്കെ,
അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ്, ഈ പോയിന്റിന്റെ ഇൻവേഴ്സ് ഏതായിരിക്കും? 1,π/2 ആയിരിക്കുമല്ലോ. ഇവിടെ a, bയുടെ ഇൻവേഴ്സ് പറഞ്ഞാൽ b, a ആന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? π/2, 1ന്റെ ഇൻവേഴ്സ് പറഞ്ഞാൽ 1,π/2 ആയിരിക്കുമല്ലോ. അപ്പൊ 1,π/2 എന്ന് പറഞ്ഞാൽ എവിടെ വരും? പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.14 അല്ലേ? 3.14 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നതല്ലേ ഇത്? അതെന്ന് പറഞ്ഞാൽ എത്ര? 1.5 വരുന്നത്. സോ ഇതിൽ പുറകിലായിരിക്കും 1ന്റെ വാല്യൂ. അപ്പോൾ 1,π/2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഇവിടെ വരും. ദെൻ ഇവിടെ ഉണ്ടല്ലോ ഏതാണ്? -π/2, 1 -π/2, 1. ഓക്കെ, അതാണല്ലോ ഈ പോയിന്റ്. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും? -1 ആണ്. ഇവിടെ -1 ആണല്ലോ. -1, -π/2 എന്ന് വരുമല്ലോ. സോ അതെവിടെ വരും? -1, -π/2 ഏകദേശം ഇവിടെ ആയിട്ട് വരും. അപ്പൊ ഇവിടെയും കിട്ടി, ഇവിടെയും കിട്ടി. ഇതിന്റെ ഇൻവേഴ്സ് ആണ് ഈ സെന്ററിലൂടെ പോകുന്നത് കേട്ടോ. ഇങ്ങനെ വരും. വരച്ചത് ശരിയായില്ല അത്ര. ഇതാ ഈ പോകുന്ന ലൈൻ ഈ സെന്ററിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ കണ്ടോ, ഇത് ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലേ? സോ ഇത് ഇങ്ങനെ ഒരു സൈൻ ഫംഗ്ഷൻ ഇവിടെ വരും. അതായത് ഒരു സൈൻ വേവ്, സൈൻ ഫംഗ്ഷൻ അല്ല, ഒരു സൈൻ വേവ് ഇങ്ങനെ ഇവിടെ ഫോം ചെയ്യും. അതായത് ഇവിടെയുള്ള ഓരോ പോയിന്റ്, ഇപ്പൊ π/2 ഇത് പൈ അല്ലേ? അപ്പൊ π,0 അല്ലേ വരുന്നത്? π,0യുടെ ഇപ്പൊ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? π,0 ആണ്. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് പറഞ്ഞാൽ എത്ര വരും? 0,π അല്ലേ വരുന്നത്? 0,π ഇവിടെ പ്ലോട്ടിനും 0,π എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ വരും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻവേഴ്സ് വരച്ചു വരുമ്പോ എങ്ങനെ വരും? ഇങ്ങനെ വരുമല്ലോ ഒരു ഫംഗ്ഷൻ. ഓക്കെ, ഞാൻ വരച്ചിട്ട് കാണിക്കാം. ഇതാ ഇങ്ങനെ. ഇത് നമ്മളുടെ x ആക്സിസ്, ഇത് y ആക്സിസ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളെ ഇൻവേർട്ടിബിൾ കാണാൻ, അതായത് ഇൻവേഴ്സ് കാണാൻ എന്ത് ചെയ്യുക? എക്സ് ആക്സിസിനെ y ആക്കുക, y ആക്സിസിനെ x ആക്സിസ് ആയിട്ട് അങ്ങ് വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അതായത് നേരെ ഇങ്ങനെ തിരിച്ചു, നമ്മൾക്ക് ഇതിന്റെ മിറർ ഇമേജ് അല്ലേ? അപ്പൊ ഇതിനെ ഇങ്ങനെ തിരിച്ചു വെച്ചാൽ മതി. ഓക്കെ, തിരിച്ചു വെച്ചാൽ മതി എന്നല്ല, ഇത് ഈ ആക്സിസ് ആണ്, അതായത് ഈ ലൈൻ ആണ് y = x. ആക്സിസ് അല്ല, ലൈൻ y = x എന്നുള്ള ലൈൻ ആണല്ലോ ഇത്. 1ന് കറസ്പോണ്ടിങ് 1 കിട്ടുന്നു, 2ന് കറസ്പോണ്ടിങ് 2 കിട്ടുന്നു. സോ y = x എന്നുള്ള ലൈൻ ആണല്ലോ ഇത്. ഈ ലൈനിൽ നമ്മൾ ഒരു മിറർ വെച്ചിട്ട് നോക്കിയാൽ, അതായത് ഈ ഇതില് ഇത് y = sin x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ദെൻ ഇവിടെ y = x എന്ന് പറഞ്ഞ ലൈനിൽ നമ്മൾ ഒരു മിറർ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് ആണോ കിട്ടുന്നത്, അതായത് ഈ ഇതിന് കറസ്പോണ്ടിങ് നമുക്ക് ഇപ്പുറം ഏതൊക്കെയാണോ കിട്ടുന്നത് അതൊക്കെ ആയിരിക്കും ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ. അത് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒരു മിറർ ഇമേജ്. ഇത് കണ്ടോ, ഇവിടെ a, b കിട്ടി. ഇവിടെ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ അതായത് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? b, a ആണ്. അതാണ് ഇൻവേഴ്സ്. ഓക്കെ, സോ എന്താണ്? y = ഇവിടെ നമ്മൾ ഈ y = ഇങ്ങനെ x എന്നുള്ള ലൈനിൽ ഒരു മിറർ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ, അപ്പൊ ഇതാ ഇവിടെ ഈ ലൈനിൽ നമ്മൾ ഒരു മിറർ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ ഇവിടെ എവിടെയാണോ റിഫ്ലക്ട് ചെയ്യുന്നത് ആ പോയിന്റ്സ് ഒക്കെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. മനസ്സിലായോ? അതായത് ജസ്റ്റ് ഞാനിപ്പോ ഇവിടെ പോയിന്റ് പറഞ്ഞില്ലേ, ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ π/2, 1 എന്ന് പറയുന്നത് 1,π/2 ആവുമെന്ന് പറഞ്ഞില്ലേ? അതായത് 1,π/2. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ഇവിടെ ആയിരുന്നു ആക്സിസ് വരുന്നത് അല്ലേ? ഇവിടെ ആയിരുന്നു, ഇതാണ് ആക്സിസ് എന്ന് കൂട്ടിക്കോ കേട്ടോ. ഇത് നിങ്ങൾ അങ്ങ് മാറ്റിക്കോ. ഇതാ, ദിസ് ഇസ് ദ ആക്സിസ്. ഇതാണ് x ആക്സിസ് കേട്ടോ. ഇത് ദിസ് ഇസ് y ആക്സിസ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 1, ഞാൻ ഇവിടെ അങ്ങ് വരച്ചു പോയി, അതൊരു മിസ്റ്റേക്ക്. ഓക്കെ, കാരണം π/2, 1ന് നമ്മൾ എന്താ കിട്ടുന്നത്? 1,π/2 കിട്ടണം അല്ലേ? അപ്പോൾ ഒരു 1,π/2 എന്ന് പറഞ്ഞാൽ എവിടെ വരും? ഇവിടെ ആണല്ലോ വരുന്നത് 1,π/2. മനസ്സിലായോ? കാരണം ഇതിന്റെ മാക്സിമം 1 അല്ല വരത്തുള്ളൂ. ഇവിടെയാണെങ്കിൽ എന്ത് വരും? ഇത് -π/2. അതായത് x ആക്സിസും y ആക്സിസും നേരെ തിരിഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, ഇൻവേഴ്സ് കിട്ടണമെങ്കിൽ x ആക്സിസും y ആക്സിസും നേരെ തിരിഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? -1. അതായത് ഇവിടെ നമ്മൾക്ക് -1 കിട്ടുന്നു, ഇവിടെ 1. അപ്പൊ ഇവിടെ എന്താണ് ഫുൾ കിട്ടുന്നത്? അതായത് -1 to 1 വരെ ഉള്ളൂ ഇതിന്റെ വാല്യൂ. അതായത് x ആക്സിൽ നമുക്ക് എന്താണ്? -1 to 1 വരെ ഉള്ളൂ.
അപ്പോൾ അതിനെ നമുക്ക് എന്ന് പറയാം, അതാണ് അതിന്റെ ഡൊമൈൻ. നമ്മൾ -1 to 1 വരെ ഉള്ളൂ. ദെൻ ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഓൾ റിയൽ നമ്പേഴ്സ്. അതായത് ഇപ്പൊ ഇതല്ലേ ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ, അത് നോക്കിക്കേ, ഇത് 0, π/2, പിന്നെ എന്താണ് π, 2π ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, സോ ഇത് കണ്ടല്ലോ, ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ ആണ്. അപ്പൊ അതാ നോക്കിക്കേ, ഇതെന്ന് പറഞ്ഞാൽ y = sin x ഗ്രാഫ്. നമ്മൾ y = x എന്ന് പറയുന്ന ലൈനിൽ ഒരു മിറർ വയ്ക്കുവാണെങ്കിൽ ഇതിന്റെ കണ്ടോ കറസ്പോണ്ടിങ് മിറർ ഇമേജ് ആയിരിക്കും. അതായത് ഇതിന്റെ മിറർ ഇമേജ് ആയിരിക്കും നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, സോ ഇത് കണ്ടോ, ഈ ഗ്രാഫ് ഇങ്ങനെ വന്നു, മനസ്സിലായല്ലോ. ഇത് y = sin x ഗ്രാഫ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേഴ്സിന്റെ, അതായത് ഇതിന്റെ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നു, sin x. മിറർ ഇമേജ് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്നു. പിന്നെ നമ്മളുടെ ഈ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആയിരിക്കുന്നേ, അല്ലെങ്കിൽ ഇതിന്റെ പ്രിൻസിപ്പൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് കിട്ടിയത് ഈ π/2 to π ആയിരിക്കും നമ്മൾക്ക് കിട്ടിയ വാല്യൂസ്. അത് നമുക്ക് നേരത്തെ കിട്ടിയുള്ള -π/2 to π/2 എന്നുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അതായത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത്, കാരണം ബാക്കിയുള്ള ഇന്റർവെൽസിൽ നമുക്ക് സെയിം വാല്യൂസ് കിട്ടും, സെയിം y വാല്യൂ കിട്ടും. പക്ഷെ നമ്മൾ ഇത് മാത്രമേ, ഈ വാല്യൂസ് മാത്രമേ ഈ ഇന്റർവെല്ലിൽ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡൊമൈനും റേഞ്ചും എന്തായിരിക്കും? ഇപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ഓൾ റിയൽ നമ്പേഴ്സ്. അതായത് ഈ സൈനിന്റെ നമ്മളുടെ ഡൊമൈൻ എടുത്തിരുന്നത് ഓൾ റിയൽ നമ്പേഴ്സ് ആയിരുന്നു. ദെൻ ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര ആയിരുന്നു? -1 to 1 ആയിരുന്നു. അതായത് എക്സിന് നമ്മൾ ഏതൊക്കെ വാല്യൂസ് ആണോ കൊടുക്കുന്നത് അതിനെല്ലാമാണ് നമ്മൾ ഡൊമൈൻ ആയിട്ട് എടുത്തിരുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ അതായത് ഇൻപുട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്, ആണല്ലോ. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് y = sin inverse x. ഇവിടെ എക്സിന് ഏതൊക്കെ വാല്യൂസ് ആണുള്ളത്? -1 to 1 ആണ് വാല്യൂസ് ഉള്ളത്. സോ എന്താണ് നമ്മളിവിടെ ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1 to 1 ആയിരിക്കും. റേഞ്ച് എന്ന് പറഞ്ഞാലോ, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഓൾ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. മനസ്സിലായോ? എന്തുകൊണ്ടാണ്? ഇവിടെ എക്സിന്റെ വാല്യൂസ് -1 to 1 അല്ല ഉള്ളൂ. ഇതാ ഇവിടെ എത്ര വന്നാലും ഇതാ ഇവിടെ വരെ ഉള്ളൂ എക്സിന് വാല്യൂസ്. ഇതാ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെ എല്ലാം -1 to 1 ഉള്ളൂ. സോ എക്സ് നമ്മൾ കൊടുക്കുന്നത്, അതായത് y = sin inverse x ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1 to 1 ആയിരിക്കും. റേഞ്ച് എന്ന് പറഞ്ഞാലോ ഓൾ റിയൽ നമ്പേഴ്സ്. ഇത് കണ്ടോ, വൈക്ക് നമുക്ക് എത്രയൊക്കെ കിട്ടും? -1 ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ -1 കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. പിന്നെ എവിടെയാണ്? ഇവിടെ കിട്ടുന്നുണ്ട്, 5π/2 കിട്ടുന്നുണ്ട്, π/2 കിട്ടുന്നുണ്ട്. ദെൻ ഇവിടെയുണ്ട് 3π/2 കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഡൊമൈനും റേഞ്ചും. ഇനി ഈ ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഒക്കെ ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആദ്യം ഞാൻ സൈൻ ഇൻവേഴ്സ് എടുക്കുന്നു. സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്താണ്? ഞാൻ ഇപ്പൊ പറഞ്ഞതാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -1 to 1 ആയിരിക്കും ഇതിന്റെ ഡൊമൈൻ. ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ, റേഞ്ച് എന്നല്ല നമ്മൾ പറയുന്നത്, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്? കാരണം ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾ റിയൽ നമ്പേഴ്സ് തന്നെ വരും, അല്ലേ? നമ്മളിപ്പോ കണ്ടതാണ് ഫിഗറിൽ. പക്ഷെ നമ്മൾക്ക് എന്താണ് വേണ്ടത്? നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു ബ്രാഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞ ആ ഒരു ഇന്റർവെല്ലിൽ മാത്രമേ നമ്മൾക്ക് 1 ആയിട്ട് നമ്മൾ എടുക്കുന്നുള്ളൂ. അതായത് വേറെ ഇന്റർവെല്ലിൽ നമ്മൾക്ക് 1 ആയിട്ട് കിട്ടും. പക്ഷെ നമ്മൾ ആ പർട്ടിക്കുലർ ഒരു ഇന്റർവെല്ലിൽ മാത്രം എടുക്കുന്നു. ദെൻ ആ ഇന്റർവെല്ലിൽ നമ്മളുടെ ഫംഗ്ഷൻ എന്താണ്? 1 ആണ്. ദെൻ അതിനെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നു. ഓക്കെ, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് റേഞ്ച് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓക്കെ, പ്രിൻസിപ്പൽ വാല്യൂ എന്ന് എടുക്കാം. സോ ഇതെന്ന് പറഞ്ഞാൽ ഏതാണ്? -π/2 to π/2 ആണ്. ഓക്കെ, -π/2 to π/2 ആണ്. ദെൻ
അങ്ങനെയാണെങ്കിൽ അടുത്തത് കോസ് ഇൻവേഴ്സ്. കോസ് ഇൻവേഴ്സിന്റെ എന്താണ്? കോസ് ഇൻവേഴ്സിനും സെയിം ആണ്, -1 to 1 ആണ്. ദെൻ ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ നോക്കിക്കേ, ഇതാണ് ഒരു കോസ് ഫംഗ്ഷൻ ആണല്ലോ. y = cos x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് ഈ വരച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതായിരിക്കും? അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ. ഓക്കെ, ഈ ഇവിടം തൊട്ട് അതായത് 0 മുതൽ ഈ പൈ വരെയുള്ള ഈ ഇന്റർവെല്ലിൽ നമുക്ക് നോക്കിക്കേ കറസ്പോണ്ടിങ് ഒരു എക്സ് വാല്യൂന് കറസ്പോണ്ടിങ് ഒരു വൈ വാല്യൂ അല്ലേ കിട്ടത്തുള്ളൂ. ഞാൻ ഇവിടെ എടുത്തു, എക്സ് പോയിന്റ് എടുത്തു, ദെൻ കറസ്പോണ്ടിങ് ഇവിടെ ഒരു വൈ വാല്യൂ അല്ലേ കിട്ടുന്നുള്ളൂ. സോ ഈ ഇന്റർവെല്ലില് നമുക്ക് എന്താണ്? അതേസമയം ഞാൻ ഈ ഇന്റർവെൽ എടുക്കാം, -π/2 to π/2 എടുക്കുവാണെങ്കിൽ, ഇതല്ല ഇവിടെ അല്ലേ π/2, -π/2 to π/2 എടുക്കുവാണെങ്കിൽ നോക്കിക്കേ, ഇതെവിടെ ഞാനൊരു എക്സ് വാല്യൂ എടുത്തു. ഈ എക്സ് വാല്യൂന് എനിക്ക് ഇവിടെ ഒരു വൈ വാല്യൂ കിട്ടും, അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സ് വാല്യൂന് നമുക്ക് വൈ വാല്യൂ കിട്ടും അല്ലേ. അതായത് സെയിം വൈ വാല്യൂ കിട്ടും, ഡിഫറെന്റ് എക്സ് വാല്യൂസ്. അപ്പൊ അത് നമുക്ക് 1 ആണെന്ന് 1 ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്താ വേണ്ടേ? 1 ആണ് ഫംഗ്ഷൻ ആക്കേണ്ടത്. സോ ഞാൻ ഈ ഇന്റർവൽ എടുക്കുന്നു, അതായത് ഈ 0 to π എന്നുള്ള ഇന്റർവൽ ഈ ഫംഗ്ഷൻ 1 ആണ്. സോ ഞാൻ എന്തെടുക്കുന്നു? 0 to π എന്നുള്ളത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കൊസീക്ക് എടുക്കാം. കൊസീക്ക് ഇൻവേഴ്സിന്റെ എന്താണ്? കൊസീക്ക് ഇൻവേഴ്സിന് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതാണ് കൊസീക്കിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നറിയാമല്ലോ. അതായത് നമ്മള് സൈനിന്റെ നേരെ റിവേഴ്സ് ആണ്. sin 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? sin 0 0 ആണ്. സോ അങ്ങനെയാണെങ്കിൽ കൊസീക് 0 എത്ര ആയിരിക്കും? 1/0 അല്ലെ. 1/0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ്. അതുകൊണ്ടാണ് ഇത് കണ്ടോ, 0യിൽ അത് ഡിഫൈൻഡ് അല്ല. ഓക്കെ, ദെൻ ഇതിന് 1 താഴെ വാല്യൂസ് ഇല്ല. ഓക്കെ, സോ ദെൻ ഇത് കൊസീക് ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ r-1,1 ആയിരിക്കും. ഇത് ഓപ്പൺ ബ്രാക്കറ്റ് ആണ്, -1,1 ആയിരിക്കും. അതായത് ഈ -1 മുതൽ 1 വരെ, അതായത് കണ്ടോ, ഇതാണ് 1, ദിസ് ഈസ് -1. ദെൻ ഇവിടെ ഇതിന് വാല്യൂസ് ഇല്ല. അതായത് കൊസീക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടുമാണ് വരുന്നത്. അതായത് ഈ ഇന്റർവെല്ലിൽ, അതായത് -1 മുതൽ 1 വരെ, അതായത് ഇങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും. ഇപ്പൊ അടുത്ത ഒരു ഫിഗർ ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ വരും അല്ലെ, ഇവിടെ ആയിട്ട് വരും. ഇവിടെ വന്നാൽ ഈ മുകളിലായിട്ട് വരും. ഈ വാല്യൂസ് ഇതിനില്ല. അതായത് -1 to 1 എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൊസീക്കിന് ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ റിയൽ നമ്പറിൽ നിന്ന് ഈ -1 to 1 മൈനസ് ചെയ്യുന്നു. ദെൻ ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ -π/2 to π/2. ദെൻ ഒരു കാര്യം ഇവിടെ ഓർക്കണം, ഇവിടെ നമ്മൾ 0 അങ്ങ് സബ്ട്രാക്ട് ചെയ്യണം. കാരണം 0യിൽ ഇത് ഡിഫൈൻഡ് ആണോ? അല്ല. സോ ആ 0 നമ്മൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അതായത് -π/2 to π/2. -π/2 ഇവിടെ ആണല്ലോ, π/2 ഇവിടെ ആണ്. അപ്പൊ അവിടെ ഏതൊക്കെയാണുള്ളത്? ഇത്രയും വാല്യൂസ് ആണുള്ളത്. നോക്കിയേ, ഇവിടെ യുണീക്ക് ആണല്ലോ. ഇതൊരു ഇതാ ഈ ഒരു എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ഇതാ ഇവിടെ ഒരു വൈ വാല്യൂ കിട്ടുന്നു. ഇങ്ങനെയാണെങ്കിലും ഇവിടെ ഒരു വൈ വാല്യൂ കിട്ടും. ഇവിടെ അതുപോലെ തന്നെ. ഇവിടെ നോക്കിക്കേ, ഈ ഒരു എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ഇവിടെ ഒരു വൈ വാല്യൂ കിട്ടുന്നു. ഇവിടെയാണെങ്കിലും എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് വൈ വാല്യൂ കിട്ടും. അപ്പൊ ഇത്രയാണ് ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ. ഇവിടെ നിന്നിട്ട് അതായത് π/2 -π/2 മുതൽ 0 എന്ന് പറഞ്ഞാൽ 0 വരെ ഇല്ല. 0യിൽ നമ്മൾ കൂട്ടത്തില്ല. 0ക്ക് തൊട്ട് മുമ്പ് വരെ. ഇവിടെ അതുപോലെ തന്നെ 0യുടെ തൊട്ട് മുമ്പ് മുതൽ π/2 വരെ. 0യുടെ തൊട്ട് മുമ്പ് 0 തൊട്ട് കഴിഞ്ഞിട്ട്, അതായത് 0 കൂട്ടില്ല, 0 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോയിന്റ് മുതൽ π/2 വരെ. ഓക്കെ, സോ 0യെ നമ്മൾ ഇവിടുന്ന് മൈനസ് ചെയ്യുന്നു. അങ്ങനെ അതുപോലെ തന്നെയാണെങ്കിൽ സീക്ക് ഇൻവേഴ്സ് സെയിം തന്നെ. r-1,1 ഇംപ്ലൈസ് ഇവിടെ -π/2 ആണോ? അല്ല. ഇതെന്ന് പറഞ്ഞാല് സീക്ക് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോസിന്റെ ഇൻവേഴ്സ് ആണ് അല്ലെ. കോസിന്റെ ഏതായിരുന്നു? 0 to π ആയിരുന്നു. 0 to π. ദെൻ ഇവിടെ നമ്മൾ ഏത് വാല്യൂ ആണ് മൈനസ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ 0 മൈനസ് ചെയ്തു. എന്തുകൊണ്ടാണ്? sin 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതുപോലെ തന്നെ cos 0 ഏതാണ്? കോസിന് ഏത് വാല്യൂലാണ് 0 കിട്ടുന്നത്? cos 90 ആണ് 0 കിട്ടുന്നത്. ദാറ്റ് ഈസ് π/2. സോ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും? π/2 മൈനസ് ചെയ്യും. ഓക്കെ, ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ശ്രദ്ധിക്കുക. അത് കഴിയുമ്പോൾ ഞാൻ ഇതിന് ഒരു ട്രിക്ക് പറഞ്ഞുതരാം, എങ്ങനെയാണ് ഈ വാല്യൂസ് പെട്ടെന്ന് ഓർത്തിരിക്കുകയാണ്.
ദെൻ ഇതെന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് ആർ. ദെൻ ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -π/2 ടു π/2. ഇവിടെ ശ്രദ്ധിക്കുക, ഇതെന്ന് പറഞ്ഞാൽ ക്ലോസ് ബ്രാക്കറ്റ് അല്ല. നോക്കിയേ, ഇവിടെ എല്ലാം പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ ഇവിടെ എല്ലാം എന്തായിരുന്നു, ഇതെല്ലാം ക്ലോസ് ബ്രാക്കറ്റ്. ബട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ക്ലോസ് ബ്രാക്കറ്റ് അല്ല. ഓക്കെ, ദെൻ ഇവിടെ നോക്കി, ഈ ഡൊമൈൻ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. ഇത് ടാൻ ഇൻവേഴ്സിന്റെ ഗ്രാഫാണ്. ഓക്കെ, ഇറ്റ്സ് എ ഗ്രാഫ് ഓഫ് ടാൻ ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, സോറി, ടാൻ ഇൻവേഴ്സിന്റെ ഗ്രാഫ് അല്ല, y = tan x-ന്റെ ഗ്രാഫാണ്. ഓക്കെ, ദെൻ ഇതിൽ എവിടെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആയിട്ട് എടുക്കുന്നത്? അതായത് π/2 മുതൽ -π/2 മുതൽ π/2 വരെയാണ്. നമുക്ക് ഈ ഇന്റർവെല്ലില് നമുക്ക് ഓരോ യൂണീക് വാല്യൂസിൽ അതായത് എക്സിന് കറസ്പോണ്ടിങ് ഒരു വാല്യൂ കിട്ടുന്നു, ഇവിടെ ആണെങ്കിൽ തന്നെ കറസ്പോണ്ടിങ് ഒരു y വാല്യൂ കിട്ടുന്നു, ഇവിടെ അതുപോലെ തന്നെയല്ലേ. ഈ ഇന്റർവെല്ലിൽ എല്ലാം ഒരു എക്സിന് കറസ്പോണ്ടിങ് ഒരു y വാല്യൂ കിട്ടത്തുള്ളൂ. സോ -π/2 മുതൽ π/2 വരെ എടുത്തു. ദെൻ അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ കോട്ട് ഇൻവേഴ്സ്. കോട്ട് ഇൻവേഴ്സിന് ഡൊമൈൻ എന്ന് വെച്ചാൽ ആറാണ്. ദെൻ സോ ഇവിടെ എന്തുകൊണ്ടാണ് ടാൻ ഡൊമൈൻ ആറായത്? എന്തുകൊണ്ടാണ്? ഇതുണ്ട്, ഇത് ഫുൾ ഇങ്ങനെ വരുമല്ലേ, ഇതിങ്ങനെയല്ലേ പോകുന്നത്, അതായത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അതേസമയം ഇവിടെയൊക്കെ ആയിരുന്നു നമുക്ക് കണ്ടോ മാക്സിമം 1 വരെ വരത്തുള്ളായിരുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ ഇവിടെ അതുപോലെ തന്നെ 0 to π. ഓക്കെ, ദെൻ സോ ഇത്രയാണ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ദെൻ ഇനി ഇതെങ്ങനെ പെട്ടെന്ന്, ഇത് നിങ്ങൾ ഇങ്ങനെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കത്തില്ല. ദെൻ ഇതെങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാം, ഞാനത് ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. ഓക്കെ, ദെൻ സൈൻ ഇൻവേഴ്സിന്റെ നോക്കിക്കേ, സൈൻ ഇൻവേഴ്സ് എന്ന് വെച്ചാൽ -π/2 ടു π/2 ആണ്. ദെൻ അത് വേറെ ഏതൊക്കെയുണ്ട്? -π/2 ടു π/2, ഇതിനും -π/2 ടു π/2, ഇതിനും -π/2 ടു π/2 അല്ലേ. അതായത് സൈന്, കൊസീക്, ടാൻ, ഇതിന് മൂന്നിനും. ദെൻ ആ മൂന്നും അങ്ങോട്ട് എഴുതുന്നു. അതായത് -π/2 മുതൽ π/2 വരെ, അതായത് ഇവിടുന്ന് ഇവിടെ വരെയല്ലേ. ഓക്കെ, അവിടുന്ന് ഇവിടെ വരെയുള്ള ഏതൊക്കെയാണ്? സൈൻ ഇൻവേഴ്സ്, ദെൻ അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക് ഇൻവേഴ്സ്, ദെൻ ഏതാണ്? ടാൻ ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും പഠിച്ചു വെക്കുക. സൈന് ഓർത്ത് വെക്കുക, ദെൻ സൈനിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക് ഇൻവേഴ്സ്. ട്രിക്ക് എന്ന് പറഞ്ഞാൽ വലിയ ട്രിക്കൊന്നുമല്ല, ജസ്റ്റ് ഒരു ക്ലൂ. സൈൻ ഇൻവേഴ്സ്, ദെൻ സൈൻ ഇൻവേഴ്സിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക് ഇൻവേഴ്സ്, ദെൻ അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സ്. ഓക്കെ, അത് മൂന്നും ഓർത്തിരിക്കാമല്ലോ. ദെൻ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ ഇന്റർവൽ എന്ന് വെച്ചാൽ -π/2 ടു π/2 വരെ, അതായത് 4th ക്വാഡ്രന്റ് മുതൽ 1st ക്വാഡ്രന്റ് വരെ. ഓക്കെ, ഇത് 4th ക്വാഡ്രന്റ്, ഇത് 1st ക്വാഡ്രന്റ്, ഇത് 2nd ക്വാഡ്രന്റ്, ഇത് 3rd ക്വാഡ്രന്റ് ആണ്. 3rd ക്വാഡ്രന്റിൽ നമുക്ക് ഒരു വാല്യൂസും ഇല്ല. ഓക്കെ, ഒന്നും 3rd ക്വാഡ്രന്റിൽ വരുന്നില്ല. ഫസ്റ്റ് സെക്കൻഡ് 4th ക്വാഡ്രന്റിൽ വരുന്നു. ദെൻ 4th ക്വാഡ്രന്റ്, അതായത് -π/2 ടു π/2 നമുക്ക് ഏത് കിട്ടി? ഈ 3 വാല്യൂസ് കിട്ടി. ഇതിന് ഇനി ഏത് 3 എണ്ണമാണ് ഉള്ളത്? റിമൈനിങ് ഉള്ളത് കോസ് ഉണ്ട്, സീക്ക് ഉണ്ട്, അതുപോലെ തന്നെ കോട്ടും ഉണ്ട്. അപ്പൊ ആ 3 വാല്യൂസും ഏതാണ്? 0 to π അല്ലേ. ഇതാ അതെന്ന് പറഞ്ഞാല് ഇവിടെ നിങ്ങണ്ട് തന്നെ 0 to π. ഓക്കെ, ഏതൊക്കെയാണ്? കോസ് ഇൻവേഴ്സ് ഉണ്ട്, then അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്ക് ഇൻവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കോട്ട് ഇൻവേഴ്സ്. ഓക്കെ, അപ്പൊ ഈ 3 എണ്ണം ഓർത്തു വെച്ചിരുന്നാൽ, ഈ 3 എണ്ണം -π/2 ടു π/2 ആന്ന് ഓർത്തു വെച്ചാൽ ബാക്കി 3 എണ്ണം 0 to π ആന്ന് ഓർക്കാമല്ലോ. പിന്നെ ഇവിടെ ഒരു ചേഞ്ച് ഉള്ളതെന്ന് പറഞ്ഞാല് കൊസീക്കിനും സീക്കിനും, അതായത് കൊസീക്കിന് നമ്മൾക്ക് 0 സബ്ട്രാക്ട് ചെയ്യണം. കൊസീക്കിന് എന്തുകൊണ്ടാണ് 0 സബ്ട്രാക്ട് ചെയ്യുന്നത്? 1/sin0 എന്ന് പറഞ്ഞാലോ, അതായത് 1/0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. അതായത് 0യിൽ ഡിഫൈൻഡ് അല്ല. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? π/2 ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ π/2, അതായത് സീക്കിന്റെ കേസിൽ π/2 സബ്ട്രാക്ട് ചെയ്യുന്നു, ഇവിടെ എന്ത് സബ്ട്രാക്ട് ചെയ്യുന്നു? 0 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ടേബിൾ വെച്ച് നിങ്ങൾക്ക് ഓർത്തിരിക്കാമല്ലോ. അതായത് -π/2 മുതൽ π/2 വരെ സൈൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് ഉണ്ടോ? അതിന് -π/2 ടു π/2 ആണ് ഈ 3 എണ്ണത്തിന്. ഓക്കെ,
അപ്പം ഇതിന് കോസ് ഇൻവേഴ്സിനും സീക്ക് ഇൻവേഴ്സിനും കോട്ട് ഇൻവേഴ്സിനും 0 to π ഉള്ളൂ. ഓക്കെ, ഇതിന് 0 to π ഉള്ളൂ, ഇതിനും 0 to π ഉള്ളൂ. ഓക്കെ, ഇതിനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. അപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെറിയ ട്രിക്സ് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് ആ പ്രോബ്ലംസും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ.